രാമായണം ഒറ്റവാക്യത്തിൽ. പുരാതന ഭാരതത്തിലെ അതിപ്രസിദ്ധമായ അയോധ്യാപുരിയിൽ ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായി ജനിച്ച രാമൻ അനുജന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരോടൊപ്പം വേദശാസ്ത്ര പുരാണ വിഷയങ്ങളിലും ധനുർവിദ്യയിലും നൈപുണ്യം നേടിയ ശേഷം രാജധാനിയിൽ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രമായി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രാജസന്നിധിയിൽ അതിഥിയായി എത്തിച്ചേർന്ന വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ യാഗകാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്ന രാക്ഷസന്മാരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ലക്ഷ്മണനോടുകൂടി വനത്തിലേക്ക് പുറപ്പെടുകയും യാത്രാമധ്യേ താടയാമോക്ഷവും അഹല്യാമോക്ഷവും നടത്തുകയും യാഗരക്ഷ നിർവഹിച്ചതിനു ശേഷം വിശ്വാമിത്രൻ്റെ അഭീഷ്ടപ്രകാരം മിഥിലാപുരി സന്ദർശിക്കുകയും സീതാസ്വയംവരത്തിനായുള്ള മത്സരപരീക്ഷയ്ക്ക് ഒരുക്കിവെച്ച പരമശിവന്റെ ത്രയംബകം വില്ല് കാണുകയും വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം വില്ലെടുത്ത് കുലയ്ക്കുന്നതിനിടയിൽ അത് പൊട്ടുകയും മത്സരം പൂർത്തിയാക്കിയതായി അറിയിപ്പുണ്ടാവുകയും സീതാദേവി മാല ചാർത്തി രാമനെ ഭർത്താവായി വരിക്കുകയും അതിനുശേഷം വിവരം മാതാപിതാക്കളെ അറിയിക്കുകയും അവർ വന്നുചേർന്നതിന് ശേഷം അവരുടെ അനുമതിയോടെ രാമൻ്റെയും അനുജന്മാരുടെയും വിവാഹം സീതയുടെ സഹോദരിയുമായും സമുചിതമായി ആഘോഷപൂർവ്വം നടക്കുകയും അതിനുശേഷം മാതാപിതാക്കന്മാരോടും ഭാര്യമാരോടും കൂടി രാമനും സഹോദരന്മാരും രാജധാനിയിലേക്ക് മടങ്ങുന്നതിനിടയിൽ പരശുരാമനെ നേരിടേണ്ടി വരികയും തൻ്റെ ഗുരുവിൻ്റെ വില്ലു പൊട്ടിച്ചതിൻ്റെ പേരിൽ പരശുരാമൻ രാമനോട് പോർ വിളിക്കുകയും രാമൻ വെല്ലുവിളി ഏറ്റെടുക്കുകയും എന്നാൽ യുദ്ധാരംഭത്തിൽ തന്നെ രാമൻ്റെ വിഷ്ണു ചൈതന്യം ദർശിച്ച് അവതാരോദ്ദേശം മനസ്സിലാക്കി പരശുരാമൻ സ്വയം പിന്മാറുകയും സ്വന്തം ശക്തിയും ചൈതന്യവും രാമന് കൈമാറുകയും ചെയ്ത് അപ്രത്യക്ഷനാവുകയും ചെയ്ത ശേഷം എല്ലാവരും സന്തോഷത്തോടെ അയോധ്യയിൽ എത്തിച്ചേരുകയും അവിടെ സന്തുഷ്ടരായി കഴിയുന്ന കാലത്ത് രാജ്യസഭയിലെ അഭിപ്രായമനുസരിച്ച് മഹാരാജാവ് ദശരഥൻ രാമനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിക്കുകയും അതിനുള്ള ഒരുക്കങ്ങൾ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കെ രാവണനിഗ്രഹം എന്ന രാമൻ്റെ അവതാരോദ്ദേശം വൈകുന്നതിൽ ഉത്കണ്ഠാകുലരായ ദേവകൾ അയോധ്യയിലെ അന്തഃപുരദാസിയായ മന്ധരയെ കൊണ്ട് ദശരഥപത്നിയായ കൈകേയിയെ സ്വാധീനിച്ച് ദശരഥൻ അവർക്ക് കൊടുത്ത പഴയൊരു വാഗ്ദാനത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും അതനുസരിച്ച് ദശരഥൻ കൊടുത്ത 2 വരങ്ങൾ രാമൻ്റെ വനവാസവും ഭരതൻ്റെ പട്ടാഭിഷേകവും ആയി ആവശ്യപ്പെടാൻ കൈകേയിയെ നിർബന്ധിക്കുകയും അവരത് ആവശ്യപ്പെടുകയും വാക്കുപാലിക്കാൻ വേണ്ടി രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കാൻ ദശരഥൻ നിർബന്ധിതനാവുകയും അതനുസരിച്ച് രാമൻ സീതയോടും അനുജനായ ലക്ഷ്മണനോടും കൂടി 14 വർഷത്തെ വനവാസത്തിനായി ദണ്ഡകാരണ്യത്തിലേക്ക് യാത്രയാവുകയും തുടർന്ന് മാരീചവധവും ശൂർപ്പണഖാദണ്ഡനവും അതിനെ തുടർന്ന് ശൂർപ്പണഖയുടെ സഹോദരനും രാക്ഷസരാജാവും ലങ്കാധിപതിയുമായ രാവണൻ വേഷപ്രച്ഛന്നനായി വന്ന് സീതാപഹരണം ചെയ്യുകയും അതിനെ തുടർന്ന് രാമലക്ഷ്മണന്മാരുടെ സീതാന്വേഷണവും ജടായു സംഗമവും കിഷ്കിന്ധാപ്രവേശവും സുഗ്രീവസഖ്യവും ഹനുമൽ ദൂതും സീതാദർശനവും കഴിഞ്ഞ് സേതുബന്ധനവും രാവണസംഗമവും സമാധാനശ്രമവും നടക്കുകയും അത് പരാജയപ്പെട്ടപ്പോൾ യുദ്ധമല്ലാതെ മറ്റു മാർഗമില്ലെന്നറിഞ്ഞ് 28 നാൾ നീണ്ടുനിന്ന രാമരാവണ യുദ്ധവും യുദ്ധത്തിൽ രാവണ സഹോദരന്മാരെയും രാവണപുത്രന്മാരെയും ഓരോരുത്തരെയായി വധിച്ച ശേഷം അവസാനം രാവണനിഗ്രഹവും നടത്തി യുദ്ധാവസാനത്തിങ്കൽ വിധിയനുസരിച്ച് സീതയെ വീണ്ടെടുക്കുകയും പവിത്രത തെളിയിക്കാൻ നടന്ന അഗ്നിപ്രവേശനത്തിനു ശേഷം സീതയെ പത്നിയായി സ്വീകരിക്കുകയും അത് കഴിഞ്ഞ് വിഭീഷണൻ്റെ സിംഹാരോഹണവും നടത്തിയതിനു ശേഷം രാമൻ പത്നി സമേതനായി അയോധ്യയിൽ തിരിച്ചെത്തി രാജാവായി പട്ടാഭിഷേകം കഴിഞ്ഞ് അയോധ്യയുടെ രാജഭാരം ഏറ്റെടുത്ത് ധർമ്മത്തിൻ്റെ ഉത്തമ മാതൃകയായി ജനഹിതമനുസരിച്ച് ഭരണനിർവഹണം നടത്തുകയും രാമരാജ്യത്തിൻ്റെ പ്രശസ്തി ഭാരതമെങ്ങും വ്യാപിക്കുകയും ചെയ്തു.